വെൽക്കം ടു QA ഫോക്കസ്. നമ്മൾ 2025 നീറ്റിൻ്റെയും കീമിൻ്റെയും ക്രാഷ് കോഴ്സ് ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഫിസിക്സിനകത്തെ വർക്ക് എനർജി പവർ, ലോസ് ഓഫ് മോഷൻ, അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഈ 3 ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഫോർമുലാസ് മുഴുവൻ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും തന്നെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പീഡ് എല്ലാവർക്കും അറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. പക്ഷെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വരും. ദെൻ ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും. പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ്. ന്യൂമറിക്കൽസിനകത്ത് സാധാരണ ഇത് അപ്ലൈ വേണ്ടി വരുന്നതാണ്. ആവറേജ് സ്പീഡ് എന്താ, ആവറേജ് വെലോസിറ്റി എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ആവറേജ് സ്പീഡാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയായിരിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന പാത്തിൻ്റെ ടോട്ടൽ ലെന്ത്, മൊത്തം എത്ര ദൂരം സഞ്ചരിച്ചോ അതാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഇനിഷ്യൽ പോയിന്റിനും ഫൈനൽ പോയിന്റിനും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, അല്ലെങ്കിൽ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതിനാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? എയിൽ നിന്ന് ഒരാൾ ബി വരെ എത്തി, ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്താണ് വന്നതെങ്കിൽ അയാളുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ഈ മൊത്തം പാത്തിൻ്റെ നീളം എത്രയാണോ അതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് ഡിസ്റ്റൻസ്. ഇനി ഇതെന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഓക്കെ, ഇനി ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പം പിന്നെ ആവറേജ് ആക്സലറേഷൻ എന്തായിരിക്കും? ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. പഠിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും, അല്ലേ? ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ടൈം ടെൻസ് ടു 0, തീരെ ചെറിയ ടൈം ഇൻ്റർവെല്ലിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ലിമിറ്റ് ടൈം ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി. ഇനി ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനോ അതേപോലെ തന്നെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഇവിടെ നമ്മൾ എക്സ് കൊടുത്തതിന് പകരം ഇവിടെ വെലോസിറ്റി, അല്ലേ? ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തതിന് പകരം ഇവിടെ വെലോസിറ്റി കൊടുത്താൽ മതി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി. ഇതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ പെട്ടെന്ന് പഠിക്കാനായിട്ട്, പെട്ടെന്ന് നോക്കി പോകാനായിട്ട്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പം ഡൗട്ട്സ് വരികയാണെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഫോർമുലാസ് മാത്രമായിട്ട് ഒരു ബുക്കിലോട്ടൊന്ന് എഴുതിയിടുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഫിസിക്സിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും, ബയോളജിയുടെയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഒക്കെ ഇതുപോലൊരു ബുക്കിലേക്ക് എഴുതിയിട്ട് കഴിഞ്ഞാൽ എക്സാം അടുത്ത് വരുമ്പം ബുക്ക് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഈ ഒരു ബുക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടുന്ന ഫോർമുലാസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു നോട്ട്ബുക്ക് എന്തെങ്കിലും എടുത്തിട്ട് പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് ഇപ്പം തന്നെ ഈ പോയിൻറ്റ്സ് വേണ്ടതൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് നോട്ട് ചെയ്ത് പൊയ്ക്കോണം കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് V = U + AT, V² = U² + 2AS, S = UT + ½ AT². ഇത് 3 നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് അറിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു ഇക്വേഷനും കൂടിയുണ്ട്. Sn = U + A/2 2n - 1. ഇതിനകത്ത് Sn എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് nth സെക്കൻഡ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾ ഇവിടെ ഒരു 5:30 യാത്ര ചെയ്യാൻ തുടങ്ങി. അയാൾ യാത്ര ചെയ്ത് ഒരു 8:45 വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു 5:50 ആയപ്പം
അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയണ്ടേ അല്ലേ? 550 ആയപ്പോൾ അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയണം. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലെ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാനാണ് ഏത് ഫോർമുല? Sn ഈക്വൽ ടു ut പ്ലസ് ഹാഫ് Sn ഈക്വൽ ടു u പ്ലസ് a/2 2n മൈനസ് 1. n എന്ന് പറയുന്നത് ഇവിടെ ടൈമാണ്, ബാക്കി എല്ലാ ലെറ്റേഴ്സും സെയിം തന്നെ അറിയായിരിക്കുമല്ലോ അല്ലേ? v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, u ഇനിഷ്യൽ വെലോസിറ്റി, a ആക്സലറേഷൻ, t ടൈമാണ്, s ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഫോർമുല അറിയാത്തവരൊന്ന് എഴുതിയിട്ടോണം കേട്ടോ. പിന്നെ അതിനകത്ത് നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ട് ഓബ്ജക്ട്സിൻ്റെ വെലോസിറ്റി നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് നമ്മളതിന് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഓബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയുടെ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് VAB ദാറ്റ് ഈക്വൽ ടു VA മൈനസ് VB. അങ്ങനെയാണെങ്കിൽ തിരിച്ചു പറഞ്ഞാലോ, ബിയുടെ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു എ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? VBA ഈക്വൽ ടു VB മൈനസ് VA ആയിരിക്കും. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടോണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഗ്രാഫുകൾ അറിയേണ്ടതായിട്ടുണ്ട്. ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത് പോസിറ്റീവ് വെലോസിറ്റി ആണ്. സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ പോസിറ്റീവ് വെലോസിറ്റി ആണ്. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, പക്ഷെ അത് എന്ത് ചെയ്തിരിക്കുകയാണ്? ടൈം കൂടുന്നതനുസരിച്ച് പൊസിഷൻ കുറഞ്ഞു വരികയാണ് അല്ലേ? ടൈം കൂടുന്നതനുസരിച്ച് പൊസിഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നെഗറ്റീവ് വെലോസിറ്റിയാണ്. ഇവിടെ വരുമ്പോഴോ പൊസിഷൻ ചേഞ്ച് ആകുന്നതേ ഇല്ല. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ ഓബ്ജക്റ്റിന് എന്തില്ല? വെലോസിറ്റി ഇല്ല അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിലല്ലേ അവിടെ എന്തുള്ളൂ? വെലോസിറ്റി ഉള്ളൂ. അപ്പോൾ ഇവിടെ അതെന്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്യായിരിക്കും? അറ്റ് റെസ്റ്റ് ആയിരിക്കും. ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നോട്ട് ചെയ്യേണ്ടതാണ് ഈ ഗ്രാഫുകൾ. അതായത് പോസിറ്റീവ് ആക്സലറേഷൻ, പൊസിഷനും ടൈമും വെച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കിട്ടുന്നത് കർവുകളായിരിക്കും. ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ വരത്തില്ല. കാര്യം എന്താ? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്. d/dt ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആരാ? dx/dt അല്ലേ? dx/dt എന്ന് എഴുതാം. അതായത് d²x/dt² എന്ന് വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമുക്ക് വരുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഒരിക്കലും എന്ത് കിട്ടില്ല? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരത്തില്ല. അപ്പോൾ ഇത് മുകളിലോട്ട് പോകുന്ന ഗ്രാഫാണ് കാണിക്കുന്നതെങ്കിൽ ഇത് പോസിറ്റീവ് ആക്സലറേഷൻ ആയിരിക്കും. ഗ്രാഫ് നേരെ താഴേക്ക് വരുന്ന ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആക്സലറേഷൻ ആയിരിക്കും. ടൈം കൂടുന്നതനുസരിച്ച് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടൈം കൂടുന്നതനുസരിച്ച് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് ആക്സലറേഷൻ, ഇത് നെഗറ്റീവ് ആക്സലറേഷൻ. ഇവിടെ നോക്കിയാൽ നമുക്ക് കർവ് ഒന്നുമല്ല കിട്ടിയിരിക്കുന്നത്. എന്താ കിട്ടിയിരിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവിടെ ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം പൊസിഷനും ടൈമും വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് d²x/dt² ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഗ്രാഫ് എന്തായിട്ട് വരില്ല? സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? 0 ആക്സലറേഷൻ ആണ്. ആ ഒബ്ജക്റ്റിന് ആക്സലറേഷൻ 0 ആക്സലറേഷൻ ആണ്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, 0 ആക്സലറേഷൻ വരാനുള്ള കണ്ടീഷൻ എന്താ? v കോൺസ്റ്റൻ്റ് ആണ്. v കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഡെറിവേറ്റീവ്സ് പഠിച്ചതിനകത്ത് ഓർക്കുന്നില്ലേ? x+3 x+3യുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3യെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നും എഴുതാറില്ല അല്ലേ? കാര്യം എന്താ? അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. കാരണം കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 0 ആക്സലറേഷൻ കിട്ടാൻ കാരണം അവിടെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതിയിട്ടേക്കണം കേട്ടോ. ഒരു ബുക്കിലോട്ടോ പേപ്പറിലോട്ടോ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടേക്കണം. ഇൻ കേസ് പേപ്പർ ആണെങ്കിൽ ആ പേപ്പർ എക്സാം കഴിയുന്നത് വരെ കയ്യിൽ കീപ്പ് ചെയ്യുകയും വേണം. ടെസ്റ്റ് കഴിയുന്നവരെ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. ഇടയ്ക്ക് ഡൗട്ട് തോന്നുമ്പോഴൊക്കെ ഒന്ന് എടുത്ത് നോക്കാനായിട്ട്. ഓക്കെ, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനകത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് വരുമ്പോൾ ലോസ് ഓഫ് മോഷനാണ്. ലോസ് ഓഫ് മോഷനകത്ത് ഓൾറെഡി അറിയായിരിക്കും. മൊമെൻറ്റോ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ആ സെക്കൻഡ് ലോ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ തുടങ്ങുന്നത് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനിൽ നിന്നാണ് അല്ലേ? മൊമെൻറ്റോ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. പക്ഷെ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം ഈക്വൽ ടു എന്തെന്ന് എഴുതാം? m × dx/dt എന്ന് എഴുതാം. ഓക്കെ അല്ലേ?
ഇനി ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ആണോ? അപ്പോൾ നമുക്ക് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എഴുതാമല്ലോ. ഇനി ഡി വി ബൈ ഡി ടി ആരായിരുന്നു? വി ആരായിരുന്നു? ഡി എക്സ് ബൈ ഡി ടി ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും? എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ ഈ 3 ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്? അതായത് എഫിന് എം എ അറിയണം, എം ഇൻറ്റു ഡി വി ബൈ ഡി ടി അറിയണം, ദെൻ ആരെയും കൂടി അറിയണം? എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറും കൂടി അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എഫ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ആന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതിനെ ഡി ബൈ ഡി ടി ഓഫ് എം വി എന്നങ്ങ് എഴുതാമല്ലോ. ഇനി എം വി എന്ന് പറയുന്നത് പി ആണോ, മൊമെൻ്റം ആണോ? അങ്ങനെയെങ്കിൽ എഫിന് നമുക്ക് ഒരു ഇക്വേഷനും കൂടി കിട്ടും. എഫ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഡി പി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം. സെക്കൻഡ് ലോ പറയുന്നത് അല്ലേ? എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇനി എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി എന്ന് കിട്ടത്തില്ലേ? എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. അങ്ങനെയെങ്കിൽ ഡി പി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എഫ് ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഇനി എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്ന ആളാരാ? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ആണ്. എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം. എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ വെരി ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം, ദാറ്റ് ഈസ് ഇമ്പൾസ്. അപ്പോൾ ഡി പി ആരാന്ന് കിട്ടി? ഇമ്പൾസ് ആന്ന് കിട്ടി. അപ്പോൾ ഇമ്പൾസിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇമ്പൾസ് ഈസ് ചേഞ്ച് ഇൻ മൊമെൻ്റം. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റം. ഡി പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി, അത് ഇമ്പൾസ് ആണ്. ഇനി എഫ് 0 ആണെങ്കിൽ പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്തേക്ക് എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ പി എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. എഫ് 0 മീൻസ് ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടണമെങ്കിൽ അത് ആരായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ പി കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസർവേഷൻ ഓഫ് മൊമെൻ്റം. ഓർക്കുന്നോ? കൺസർവേഷൻ ഓഫ് മൊമെൻ്റം. The external force is 0, then momentum remains constant. External force 0 ആണെങ്കിൽ momentum എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്ലിയർ? ഇനി ഒരു സിസ്റ്റത്തിനകത്ത് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും ഈക്വൽ ടു 0 ആണെങ്കിൽ സിസ്റ്റം എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഒരു സിസ്റ്റത്തിനകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0, F1, F2, F3 പ്ലസ് എല്ലാത്തിൻ്റെ ഓൾജിബ്രിക് സം, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി നെക്സ്റ്റ് വരുമ്പം വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവർ വരുമ്പം വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ആക്ട് ചെയ്യുന്നത് സെയിം ലൈനിലാണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ആംഗിൾ ഉണ്ടെങ്കിൽ, ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയ്ക്ക് ആംഗിൾ ഉണ്ടെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ആണ്. എഫ് ഡോട്ട് എസ് മീൻസ് എഫ് എസ് കോസ് തീറ്റ. ഇനി ഫോഴ്സ് കാണാനുള്ളത്, അതായത് വേരി ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ, വേരി ചെയ്യുന്ന ഫോഴ്സ് യൂണിഫോമായിട്ട് വേരി ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ, ഒരേ രീതിയിൽ തന്നെയാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ആദ്യം 3 ന്യൂട്ടൺ ആയിരുന്നു, അത് കഴിഞ്ഞും പിന്നെയും 3 ന്യൂട്ടൺ, പിന്നെയും 3 ന്യൂട്ടൺ, അങ്ങനെ യൂണിഫോമായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷനാണ് ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി യൂണിഫോമായിട്ട് വേരി ചെയ്യുന്നതല്ല, നോൺ യൂണിഫോമായിട്ട് വേരി ചെയ്യുന്നതാണ്. ആദ്യം 2 ആയിരുന്നു, പിന്നെ അത് 3 ആയി, പിന്നെ ഒരു 5 ആയി, പിന്നെ ഒരു 1.5 ആയി, അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് ആണെങ്കിൽ, നോൺ യൂണിഫോമിലി വേരിയിങ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ആയിരിക്കും. ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തോണം.
വർക്ക് കാണാനായിട്ട് എഫ് എസ് ഉണ്ട്, എഫ് ഡോട്ട് എസ് ഉണ്ട്, ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ഉണ്ട്. ഇനി എഫും എസും സെയിം ഡയറക്ഷൻ തന്നെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കും വർക്ക് ഡൺ നെഗറ്റീവായിട്ട് മാറും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് ഡൺ അവിടെ 0 ആയിരിക്കും. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അവിടെ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒന്ന് സ്പ്രിങ്ങിൻ്റെ ഇക്വേഷൻ. സ്പ്രിങ്ങിനകത്ത് അറിയാം ഫോഴ്സ് ആക്ടിങ് ഓൺ എ സ്പ്രിങ് ഇസ് കെ എക്സ് അല്ലേ. കെ എന്ന് പറയുന്നത് സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ്, എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ കംപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഇലോങ്ങേറ്റ് ചെയ്യുന്നു. ഒരു സ്പ്രിങ്ങിനെ എത്രത്തോളം നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നു, അതാണ് അവിടെ എക്സ് വരുന്നത്. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആരായിരിക്കും? ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരിക്കും. ഇവിടെ എഫ് ഈക്വൽ ടു കെ എക്സ് ആണെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ബൈ എക്സ് ആയിരിക്കും. ഇതൊന്ന് നോട്ട് ചെയ്തിട്ടോണം. സ്പ്രിങ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു എഫ് ബൈ എക്സ് ആയിരിക്കും. ഇനി എനർജിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടോണം, പല പ്രോബ്ലംസും ചോദിക്കാറുള്ളതാണ്. ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ജി എച്ച് ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അല്ലേ. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഇസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഇസ് എ കോൺസ്റ്റന്റ്. ക്ലിയർ ആയോ? ഇനി കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇതിൻ്റെ ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് ഒരു എം കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? ഹാഫ് എം സ്ക്വയർ വി സ്ക്വയർ ബൈ എം എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു ഹാഫ് എം വി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എം സ്ക്വയർ വി സ്ക്വയറിന് നമുക്ക് എന്ത് എഴുതാം? എം വി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ബൈ അവിടെ ആരുണ്ട്? എം ഉണ്ട്. ദാറ്റ് ഈക്വൽ ടു ഹാഫ്, ഇത് പി ആണല്ലോ, പി സ്ക്വയർ ബൈ എം, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, പഠിച്ചിട്ടോണം. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഇ ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m, അല്ലെങ്കിൽ പി സ്ക്വയർ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. എന്ത് കിട്ടും? 2m ഇ, അല്ലെങ്കിൽ പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇ. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. ഇത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് കേട്ടോ. ഇ ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m പഠിച്ചിട്ടേക്കണം. അതുപോലെ തന്നെ പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇയും പഠിച്ചിട്ടേക്കണം. ഇനി വർക്ക് എനർജി തിയറി എന്താ പറയുന്നത്? വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ എന്തിന് ഈക്വൽ ആയിരിക്കും? കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് W ഈക്വൽ ടു ഫൈനൽ എനർജി മൈനസ് ഇനിഷ്യൽ എനർജി, KEF മൈനസ് KEI, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ KEക്ക് ഈക്വൽ ആണ്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൊളീഷനാണ്. കൊളീഷൻ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ മൊമെൻറ്റം, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ആര് മാത്രമേ കൺസേർവ്ഡ് ആയിട്ടുള്ളൂ? മൊമെൻറ്റവും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആണ്. ആര് വേണമെങ്കിൽ വേരി ചെയ്യാം? കൈനറ്റിക് എനർജി വേരി ചെയ്യും. അവിടെ ലോസ് ഓഫ് എനർജി വരാം, എനർജി ലോസ് വരാം. അതുകൊണ്ട് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കത്തില്ല. പക്ഷെ ടോട്ടൽ എനർജിയും മൊമെൻറ്റവും കൺസേർവ്ഡ് ആയിരിക്കും. ടോട്ടൽ എനർജിയും മൊമെൻറ്റവും കൺസേർവ്ഡ് ആയിരിക്കും. ഇനി ഇവിടെ വരുമ്പോഴോ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഈ കേസിൽ വരുമ്പോഴത്തേക്കും ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആണ്.
ഇനി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു റിലേഷനാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ, റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. എന്തുണ്ട്? ഒരു മൈനസ് സൈനും കൂടി ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഇത് പഠിച്ചിട്ടോണം. ഇനി ഇതിനകത്ത് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ, പവർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ്. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. ഇനി നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എസ് ബൈ ടി എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈമിന് നമുക്ക് എന്ത് കൊടുക്കാം? വെലോസിറ്റി കൊടുക്കാം. അപ്പം എഫ് വി എന്നുള്ളൊരു റിലേഷനും കൂടി നമുക്ക് കിട്ടും. എഫ് എസ് ബൈ ടി ആണ്. എസ് ബൈ ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന റിലേഷൻ ആരാ? എഫ് വി എന്ന് പറയുന്ന ഒരു റിലേഷനും കൂടി നമുക്ക് വർക്കിന് കിട്ടും. ഇനി എഫ് വേരിയിങ് ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പവർ എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എഫ് എസ് ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ ഡി ഡബ്ല്യു ബൈ ഡി ടി. വേരിയിങ് ഫോഴ്സ് ആണെങ്കിൽ പവർ കാണാനുള്ളത് ഡി ഡബ്ല്യു ബൈ ഡി ടി ആയിരിക്കും. ഇനി അത്യാവശ്യം ഇതിൻ്റെയൊക്കെ വാല്യൂസ് ഒന്ന് പഠിച്ചിട്ടോണം. 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ ആണ്. ചിലപ്പം പ്രോബ്ലം തന്നിട്ട് ആൻസർ ജൂളിലേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജൂളിൽ കിട്ടുന്ന ആൻസർ കിലോവാട്ട് അവറിലേക്ക് മാറ്റി എഴുതാൻ ചോദിക്കാം. അപ്പം 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ ആണ്. അതുപോലെ 1 HP ഹോഴ്സ് പവർ, സാധാരണ മോട്ടറിൻ്റെയൊക്കെ പവർ പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹോഴ്സ് പവർ. ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. അതുപോലെ 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണ്. CGS സിസ്റ്റത്തിനകത്ത് വരുന്ന യൂണിറ്റ് ആണ്. CGS സിസ്റ്റത്തിനകത്ത് സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റിനകത്ത് വരുന്നതാണ് 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണ്. അപ്പം അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് വേണം ഈ ചാപ്റ്ററിനകത്തേക്ക് പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 bodies A and B have same momentum. തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, എയ്ക്കും ബിക്കും സെയിം മൊമെൻറ്റം ആണ്. മാസ് ഓഫ് എ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. പക്ഷേ എയുടെ മാസ് കുറവാണ്, ബിയെക്കാട്ടിലും കുറവാണ്. വിച്ച് വൺ ഓഫ് ദം ഹാസ് ലെസ് കൈനറ്റിക് എനർജി. ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതിനാണ് കൈനറ്റിക് എനർജി കുറവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കണം. അതായത് എയും ബിയും 2 ബോഡീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും എന്ത് സെയിം ആണ്? മൊമെൻറ്റം സെയിം ആണ്. എയുടെ മാസ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ മാസ് ഓഫ് ബി ആണ്. എന്താ കിട്ടേണ്ടത്? കൈനറ്റിക് എനർജി കുറവ് വരുന്നത് ആരാണെന്ന് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. മൊമെൻറ്റം ഓഫ് എ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ബി. മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? എം എ ഇൻറ്റു എം വി ആണല്ലേ, ബി ഇൻറ്റു വി ബി. ഇത് 2 സെയിമാന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എയുടെ മാസ് കുറവാന്ന് തന്നിട്ടുണ്ട്. എയുടെ മാസ് കുറവാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേപോലെ ഇവിടെ ബിയുടെ മാസ് കൂടുതലാണ്. ബിയുടെ മാസ് കൂടുതലാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. എങ്കിൽ മാത്രമല്ലേ ഇത് 2 സെയിം ആയിട്ട് വരത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. 4 × 2 8 ആണ്. വേണ്ട, 4 × 2 വേണ്ട.
6 into 2 12, 4 into 3 12 അല്ലേ? ഇവിടെ ഇതിൻ്റെ മാസ് 3 ഇവിടെ മാസ് 3 ഇതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? 4 അതായത് മാസ് കുറവാണ്, വെലോസിറ്റി കൂടുതലാണ്. ഇനി ഇവിടെ വരുമ്പം ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 6 അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? 2 ആയിരിക്കും. എങ്കിൽ മാത്രമല്ലേ രണ്ടും ഈക്വലായിട്ട് വരത്തുള്ളൂ 12 വരണമെങ്കിൽ. അപ്പോൾ മാസ് കുറഞ്ഞാൽ വെലോസിറ്റി കൂടുതലായിരിക്കും, മാസ് കൂടിയാൽ വെലോസിറ്റി കുറവായിരിക്കും. എങ്കിലേ ഇത് രണ്ടും PA ഈക്വൽ ടു PB നമുക്ക് കിട്ടത്തുള്ളൂ. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കൂടുതൽ ആർക്കാ? ഇവിടെ എയ്ക്കാണ് വെലോസിറ്റി കൂടുതൽ. വെലോസിറ്റി കുറവ് ആർക്കാ? ബിക്കാണ് വെലോസിറ്റി കുറവ്. ഇനി കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² അല്ലേ? ½ mv² അപ്പം വെലോസിറ്റി കുറവ് ആർക്കാണോ അയാൾക്കായിരിക്കും എന്തും കുറവ്? കൈനറ്റിക് എനർജിയും കുറഞ്ഞു വരുന്നത്. വെലോസിറ്റി ആർക്കാണോ കുറവ് അയാൾക്കായിരിക്കും കൈനറ്റിക് എനർജിയും കുറയുന്നത്. ഇവിടെ വെലോസിറ്റി കുറവ് ആർക്കായിരുന്നു? ബിക്കായിരുന്നു അല്ലേ? അപ്പോൾ ബിക്കാണ് ഇവിടെ വെലോസിറ്റി കുറവ്. അതുകൊണ്ട് കൈനറ്റിക് എനർജിയും കുറവ് ആർക്കായിരിക്കും? ബിക്ക് തന്നെയായിരിക്കും. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ find the ratio of the velocities VA is to VB from the following graph. ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്ന് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്? ഇതിൻ്റെ വെലോസിറ്റിയുടെ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഇതിനകത്ത് അറിയേണ്ട കാര്യം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. ഇനി സ്ലോപ്പ് എന്ന് വെച്ചാൽ അവിടെ എന്താ നമ്മൾ ശരിക്കും ചെയ്യുന്നത്? ടാൻ തീറ്റയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചെറിയ ഡി ആയിരിക്കും, ഇതെന്ന് പറയുന്നത് ചെറിയ ടൈം ആയിരിക്കും. dd/dt, അതായത് dx/dt പോലെ തന്നെ. dx/dt പറയുന്ന പോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇതാരാ? വെലോസിറ്റിയാണ്. അപ്പം ഇവിടെ നമ്മൾ എടുക്കുന്നത് ടാൻ തീറ്റയാണ്. ഇവിടെ നമ്മൾ തീറ്റ എടുത്താൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ ടാൻ തീറ്റയാണ്. അപ്പം ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ വെലോസിറ്റി കിട്ടണമെന്ന് വെച്ചാൽ, ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ലോപ്പ് എടുക്കണം. അതായത് ഈ എയുടെയും ബിയുടെയും വെലോസിറ്റി കിട്ടണമെങ്കിൽ, ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എയുടെയും ബിയുടെയും വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് ആദ്യം എടുക്കണം. സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് VA ടാൻ എ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് അല്ലേ? ടാൻ 45. VB ടാൻ 30 ആണ്. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേഷ്യോ അല്ലേ? ഇത് 1 ആണ്, ഇത് 1/√3 ആണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും? ഈ √3 നേരെ മുകളിലേക്ക് പോകും അല്ലേ? √3/1 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? √3:1. ദാറ്റ് ഈസ് VA/VB is equal to √3/1. അല്ലെങ്കിൽ VA:VB is √3:1. റേഷ്യോ കിട്ടി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്തോണം കേട്ടോ. നേരത്തെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ ഇതെല്ലാമേ. അതുകൊണ്ടൊന്നും വിട്ട് കളയരുതും, നോട്ട് ചെയ്തോണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്കും, എ ബോഡി ഓഫ് മാസ് m hits normally a rigid wall with velocity v and bounces back with the same velocity. The impulse experienced by the body is
ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. എ ബോഡി ഓഫ് മാസ് m hits normally a rigid wall with velocity v and bounces back with the same velocity. The impulse experienced by the body is. ചോദിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലായോ? ഒരു റിജിഡ് വാൾ ഉണ്ട്, ഇതിലേക്ക് ഒരു ഓബ്ജക്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്? റിബൗൺസ് ചെയ്യുന്നുണ്ട്. വന്നിടിച്ചിട്ട് അതുപോലെ തിരിച്ചിങ്ങ് പോരുന്നുണ്ട്. വന്നിടിച്ചിട്ട് അതേപോലെ അതിങ്ങ് തിരിച്ചിങ്ങ് പോരുവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇമ്പൾസ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇമ്പൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു. എഫ് എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ടി ആണ്. അങ്ങനെയെങ്കിൽ ഡി പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി ആണ്. എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്ന ആള് ഇമ്പൾസ് ആണ്. എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. അങ്ങനെയെങ്കിൽ ഇമ്പൾസ് കിട്ടാൻ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താന്ന് കിട്ടിയാൽ നമുക്ക് അവിടെ ഇമ്പൾസ് കിട്ടും. അത്രയും ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് മാസ് എം ആണ്, വെലോസിറ്റി വി ആണ്, നോർമലി എന്ന് പറയുന്നുണ്ട്. നോർമലി എന്ന് വെച്ചാൽ എന്താ? നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നങ്ങ് ഇടിക്കുക എന്നാണ്. ഇനി ഇങ്ങനെ വരുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും? എം വി. ഇവിടെ വന്ന് ഇടിച്ചിട്ട് നേരെ റിബൗൺസ് ചെയ്യുകയാണ്. റിബൗൺസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നു. ഇവിടുന്ന് അങ്ങോട്ടാണ് പോയതെങ്കിൽ തിരിച്ചു വരുന്നത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് എം വി. ഇതിൻ്റെ വെലോസിറ്റി ഇതിൻ്റെ മൊമെൻറ്റം മൈനസ് എം വി. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്തായിരിക്കും? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇത് P1 ആണ്, ഇത് P2 ആണ് അല്ലേ? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക അല്ലേ? ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കും എം വി മൈനസ് ഇതാരാ? ഒരു മൈനസ് എം വി ആണ് അല്ലേ? ദറ്റ് ഈസ് എം വി പ്ലസ് എം വി എന്ന് വരും. എന്ന് വെച്ചാൽ ഇത് എന്തായിട്ട് മാറും? 2mv ആയിട്ട് മാറും. ഈ 2mv എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റ് ആർക്ക് ഈക്വൽ ആണ്? എഫ് ഇൻറ്റു ഡി ടിക്ക് ഈക്വൽ ആണ്. എഫ് ഇൻറ്റു ഡി ടി ആരാ? ഇമ്പൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇമ്പൾസ് എക്സ്പീരിയൻസ് ബൈ ദി ബോഡി എന്തായിരിക്കും? 2m ആയിരിക്കും. ക്ലിയർ ആയോ? മൊമെൻറ്റത്തിൻ്റെ ഡിഫറൻസ് എടുക്കണം. റിബൗൺസ് ചെയ്യുമ്പോൾ വെലോസിറ്റി മാറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മൊമെൻറ്റം എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നോക്കിയേക്കാം അതിൻ്റെ ഓപ്ഷൻ എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, ഓപ്ഷന് നമുക്ക് അവിടെ ഒരു 2m ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, ചോയ്സ് തന്നിട്ടുണ്ട്. 2m ഉണ്ട്, 0.5m ഉണ്ട്, mv ഉണ്ട്, 2mv ഉണ്ട്, 0.5mv ഉണ്ട്, mv ഉണ്ട്, 0 ഉണ്ട്. നമ്മുടെ ആൻസർ 2mv അല്ലേ? 2mv. Impulse experienced by the body is 2mv. Then moving to the next question. A body under the action of force, ഒരു ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, വെക്ടറായിട്ടാണ് തന്നിരിക്കുന്നത്. F equal to 6i minus 8j plus 10k acquires an acceleration of 1 meter per second square. The mass of the body must be, അതിൻ്റെ മാസ് എന്തായിരിക്കും? ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് തന്നിരിക്കുന്നത് വെക്ടർ നൊട്ടേഷനിലാണ്, വെക്ടറായിട്ടാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? അതിൻ്റെ മാസ് എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് എളുപ്പം അറിയാവുന്ന കാര്യമാണ്. എഫ് ഈക്വൽ ടു എം എ ആണ്. എഫ് ഈക്വൽ ടു എം എ ആണെങ്കിൽ എം ഈക്വൽ ടു എഫ് ബൈ എ ആണ് അല്ലേ? എഫ് ഈക്വൽ ടു എം എ ആണെങ്കിൽ എം ഈക്വൽ ടു എഫ് ബൈ എം ആണ്.
ഇത്രയും ചെയ്താൽ മതി. പക്ഷെ നമുക്കൊരു പണി തന്നിരിക്കുന്നത് എന്താ? എഫ് തന്നിരിക്കുന്നത് 6i മൈനസ് 8j പ്ലസ് 10k എന്നാണ്. ഇതിൻ്റെ അകത്ത് എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കിട്ടും? സിമ്പിളാണ് അല്ലേ? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 36 പ്ലസ് 84 പ്ലസ് 100. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 6 90 അല്ലേ? 20. സോറി 64. അതാണ് ആലോചിച്ചത്, എവിടെയോ പണിവാളിയല്ലോ എന്ന്. ഓക്കെ, 64 ആണ്. 8 സ്ക്വയർ 64 ആണ് അല്ലേ? ഓക്കെ, അപ്പം 70 100, ഇവിടെ ഒരു 100, എന്ത് കിട്ടും? 200 കിട്ടും അല്ലേ? റൂട്ട് ഓഫ് 200. റൂട്ട് ഓഫ് 200 എന്ന് പറയുമ്പോഴോ 2 × 100 എന്ന് എഴുതാമല്ലോ. 2 × 100 വരുമ്പോഴത്തേക്കും ഇത് റൂട്ട് 2, 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. അതായത് 10 റൂട്ട് 2. ഫോഴ്സേ ആയിട്ടുള്ളൂ അല്ലേ? ഫോഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് എന്ത് കിട്ടണം? മാസ് കിട്ടണം. മാസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ആക്സലറേഷൻ. ഫോഴ്സ് ബൈ ആക്സലറേഷൻ. ഫോഴ്സ് 10 റൂട്ട് 2 ആണ്. ബൈ ആക്സലറേഷൻ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന്. ബൈ 1, ദാറ്റ് ഈക്വൽ ടു 10 റൂട്ട് 2 കിലോഗ്രാം. കണ്ടോ മാസ് കിട്ടിയത്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇവിടെ സി കിടപ്പുണ്ട്, 10 റൂട്ട് 2 കിലോഗ്രാം എന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ, എ സൈക്ലിസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ആൻഡ് കവേഴ്സ് 120 മീറ്റർ ഇൻ 10 സെക്കൻഡ്. 120 മീറ്റർ ഇൻ 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ 120 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. ദെൻ ഹിസ് ആക്സലറേഷൻ ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ്. ഒരു സൈക്ലിസ്റ്റ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, മൂവ് ചെയ്യുന്നത് യൂണിഫോം ആക്സലറേഷനോടെയാണ്, 120 മീറ്റർ കവർ ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ്. അത് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. അങ്ങനെയെങ്കിൽ അയാളുടെ ആക്സലറേഷൻ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. 2.4 ഉണ്ട്, 4.8 ഉണ്ട്, 12 ഉണ്ട്, 1.5 ഉണ്ട്. ഇതിനകത്ത് ആരാണ് ഇയാളുടെ ആക്സലറേഷൻ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം. യു തന്നിട്ടുണ്ട്, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 120 മീറ്റർ ആണ്. ഒരു കാര്യം കൂടി ഉണ്ട്, ടൈം ഉണ്ടല്ലേ, 10 സെക്കൻഡ്സ് ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടണം? എ കിട്ടണം. എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് വരുന്നതെന്ന് നോക്കുക. ചിലപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടത്തില്ല, ഏതെങ്കിലും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതെടുത്ത് അടുത്തതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ചില കാര്യങ്ങൾ നമുക്കിത് നേരിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് യു ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്, എ കണ്ടുപിടിക്കണം. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആരാ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. യു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യു 0 ആണെങ്കിൽ യു ടി ഫുള്ളായിട്ട് 0 ആയിട്ട് മാറും. ബാക്കി ആരാ ഉള്ളത്? എസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. അതിൻ്റെ അകത്ത് എ കിട്ടാൻ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 2s വരും. ഇനി ആ ടി സ്ക്വയർ നേരെ താഴേക്ക് വരും. 2s ബൈ ടി സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2s ഈക്വൽ ടു എ ടി സ്ക്വയർ എന്ന് വരും. അങ്ങനെയെങ്കിൽ എ ഈക്വൽ ടു 2s ബൈ ടി സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? 2s ഈക്വൽ ടു എ ടി സ്ക്വയർ. ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു 2s ബൈ ടി സ്ക്വയർ. ഇനി ഒന്നും ചെയ്യാനില്ല, വാല്യൂസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ആൻസറായി, സൊല്യൂഷനായി. എ ഈക്വൽ ടു
2 ഇൻറ്റു എസ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 120 ആണെന്ന്, ബൈ ടൈം 10 സെക്കൻഡ് ആണ്, 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 വരും. ദാറ്റ് ഈസ് 240 ബൈ 100. 240 ബൈ 100 എന്ന് പറയുന്നത് ആരാ? 240 ബൈ 100 എന്ന് പറയുന്നത് 2.4 ആണ് അല്ലേ? 2.4 ആണ്. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിടപ്പുണ്ട്, 2.4. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കി നോക്കി പൊയ്ക്കോണേ. ടു ബോഡീസ് ഓഫ് മാസസ് M and 4M. 2 കാറ്റഗറി നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് M മാസാണ്, ഒന്ന് 4M മാസാണ്. രണ്ടിൻ്റെയും കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, 1:2. എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? Their moments P1 and P2 are in the ratio. അത് എന്താന്ന് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. 2 ബോഡീസിൻ്റെ മാസസ് M-ഉം 4M-ഉം ആണ്. അവരുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ 1:2 ആണ്. എന്ത് കിട്ടണം? മൊമെന്റത്തിന്റെ റേഷ്യോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യനിലേക്ക് പോവാം, സൊല്യൂഷനിലേക്ക് എത്താം അല്ലേ? സൊല്യൂഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് ജസ്റ്റ് നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്തേ. നമ്മളൊരു കൈനറ്റിക് എനർജിയും മൊമെന്റും ആയിട്ടുള്ളൊരു റിലേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിക്കേ, എന്തായിരുന്നു അതെന്ന്? K = ½ mv² എന്നൊരു റിലേഷൻ നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് നിന്ന് എതിലേക്ക് എത്താമെന്ന് പറഞ്ഞു? P²/2m എന്നൊരു റിലേഷനിലേക്ക് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ P ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √2m × Ke ആണ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്തെഴുതാം? 2me എന്ന് എഴുതാം. ഓക്കെ, ഇനി 2 ബോഡീസ് ആണ്. ഒന്നിന് P1 കൊടുത്തു, √2. ഇനി ഒരെണ്ണത്തിൻ്റെ മാസ് M ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഞാൻ M ഇട്ട് കൊടുത്തു. അതിൻ്റെ എനർജി ഫസ്റ്റ് വണ്ണിൻ്റെ ആയതുകൊണ്ട് E1 എന്നും കൊടുത്തു. സെക്കൻഡ് വണ്ണിൻ്റെ എഴുതുമ്പോൾ ഞാൻ P2 എഴുതി, √2. അതിൻ്റെ മാസ് 4m ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് 2 × 4m എഴുതാമല്ലോ. ഇനി അതിൻ്റെ എനർജി ഞാൻ E2 എന്ന് കൊടുത്തു. രണ്ടിൻ്റെ റേഷ്യോ അല്ലേ എനിക്ക് എടുക്കേണ്ടത്? സിമ്പിൾ, P1/P2 = ഇതിനകത്ത് 2ഉം 2ഉം അങ്ങ് കട്ട് ചെയ്ത് കളയാം. M-ഉം M-ഉം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ബാക്കി റൂട്ടിനകത്ത് ഒരു 1/4 വരും അല്ലേ? ഒരു 1/4 വരും. പിന്നെ ഇതിനകത്ത് വരുന്നത് √E1/E2 അല്ലേ? റൂട്ടിനകത്ത് ബാക്കി വരുന്നത് E1/E2 ആണ്. E1/E2 ആണ്. ഇനി E1/E2 എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി അല്ലേ? E1/E2 എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ആണ്. റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുണ്ട്? 1:2 ആണ് തന്നിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ എന്തെഴുതാം? 1/2 എന്ന് എഴുതാം. ദാറ്റ് ഈക്വൽ ടു √1/8. വേണ്ട, 1/8 എഴുതണ്ട. അതിൽ എളുപ്പമായിട്ട് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ റേഷ്യോ അല്ലേ കിട്ടേണ്ടത്? 1/4 അല്ലേ? 1/4-നകത്ത് 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2 അല്ലേ? എന്ന് വെച്ചാൽ 1/2 പുറത്തേക്ക് എടുക്കാമല്ലോ. ഇനി 2ൻ്റെ റൂട്ട് എന്താ? √2 ആണ് അല്ലേ? 1/√2. 1/2 √2 എന്നാവും.
1/8 ചെയ്ത് പിന്നെ ഇനി അതിൻ്റെ റൂട്ട് എടുത്ത് ഇനി അത്രത്തോളം ലെന്തിയാക്കാൻ പോകണ്ട. നമുക്ക് എപ്പോഴും വേണ്ടത് ഷോർട്ടസ്റ്റ് മെത്തേഡിൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഷോർട്ടസ്റ്റ് മെത്തേഡ്, സിമ്പിൾ മെത്തേഡ്, ഈസി മെത്തേഡ്, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഷോർട്ടസ്റ്റ്, സിമ്പിൾ, ഈസി. ഇനി ഇത് മൂന്നിനെയും കൂടി കവർ ചെയ്യുന്ന ഒരു പോയിന്റും കൂടി ഉണ്ട്. ആക്യുറേറ്റ് ആയിരിക്കണം, മിസ്റ്റേക്സ് വരാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് സിമ്പിളായിട്ട് സോൾവ് ചെയ്യുമ്പം അതിനകത്ത് മിസ്റ്റേക്സ് വരാൻ പാടില്ല, ആക്യുറേറ്റ് ആയിരിക്കണം. ഇവിടെ നോക്കി 1/2, 1/2ൻ്റെ റൂട്ട് 1/4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1/2 ആണ്. 2ൻ്റെത് √2 ആണ്. അപ്പോൾ 1/√2 ദാറ്റ് ഈസ് 1/2 √2. അങ്ങനെയെങ്കിൽ P1/P2 ഈസ് ഈക്വൽ ടു 1/2 √2. അല്ലെങ്കിൽ റേഷ്യോ എന്തെഴുതാം? 1:2 √2. ഓക്കെ, റേഷ്യോ ഈസ് 1:2 √2. നമ്മുടെ ഓപ്ഷനിലുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഓപ്ഷനിലുണ്ടല്ലോ അല്ലേ? ഇതേ ഉണ്ട്, 1:2 √2. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഈ ചാപ്റ്റേഴ്സ് എന്നൊക്കെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ആവുക, ഒപ്പം തന്നെ ചെയ്യാനും കൂടി അറ്റംപ്റ്റ് നടത്തുക. ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കുക, പിന്നെ തന്നെ ചെയ്യുക. പിന്നെ നമുക്ക് നോക്കി ചെയ്യേണ്ട കാര്യമേ വരില്ല, നമുക്ക് തന്നെ അങ്ങ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഒപ്പം ഇതേപോലുള്ള കൂടുതൽ എക്സാമ്പിൾസും കൂടുതൽ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ, അതായിരിക്കും നിങ്ങളുടെ ടെസ്റ്റിന് എപ്പോഴും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പം ചെയ്യുമ്പം ഒപ്പം ചെയ്തു പോവുക. അല്ലെങ്കിൽ തന്നെ ചെയ്യാമെന്ന് കോൺഫിഡൻസ് ഉള്ളവർ, തോന്നുന്നവർ തന്നെ അങ്ങ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്കും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടിയൊക്കെ ഒന്ന് നോക്കുക, എവിടെയാണ് മിസ്റ്റേക്സ് വന്നതെന്നുള്ള ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ അതൊന്നും കൂടി ഒന്ന് ചെയ്യുക, ക്ലിയർ ചെയ്യുക, ക്ലാരിറ്റി വരുത്തുക. എവിടെയാണ് മിസ്റ്റേക്സ് വന്നിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ കുറച്ചും കൂടി നമ്മൾ കെയർ ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് ഏത് പോയിന്റ്സിലാണ് എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കുക. എന്നിട്ട് പിന്നെയും ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കി ചെയ്തു, പിന്നെ നമ്മൾ തന്നെ ചെയ്തു, മിസ്റ്റേക്സ് വന്നു, അത് നമ്മൾ കറക്റ്റ് ചെയ്തു, എറർ ക്ലിയർ ചെയ്തു. പിന്നെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരില്ല, കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When a body starts from rest and moves with a constant acceleration, the velocity time graph for its motion. വെലോസിറ്റി ടൈം ഗ്രാഫ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കണം. ഫസ്റ്റ് ഗ്രാഫ് റെസ്റ്റിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന് ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട് അല്ലേ? ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട്, പിന്നെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി. പിന്നെ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? സീറോ വെലോസിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, സീറോ വെലോസിറ്റിയിൽ നിന്ന് വരുന്നത്. ഇത് സീറോ വെലോസിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ 2 ഗ്രാഫ് നമുക്ക് സീറോ വെലോസിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഗ്രാഫിൽ നിന്നും ആരാന്ന് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അകത്ത് ആരെ വേണം കിട്ടാൻ? അല്ല, തിരിച്ച കോൺസ്റ്റന്റ് ആക്സലറേഷൻ തന്നിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഏതാന്ന് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. കോൺസ്റ്റന്റ് ആക്സലറേഷൻ തന്നിട്ടുണ്ട്, ആക്സലറേഷനിലാണെന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് വേണം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. എങ്ങനെ? റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ക്ലിയർ ആക്കണം കേട്ടോ. ഡൗട്ട് തോന്നിയാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ നിൽക്കരുത്. ഒന്നും കൂടി വായിച്ച് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ആൻസറിലോട്ട് പോകാവുള്ളൂ. പെട്ടെന്ന് ചാടിക്കേറി ആൻസർ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇനി ആക്സലറേഷൻ എന്ന് പറയുന്ന സംഭവം വെലോസിറ്റി ബൈ ടൈം അല്ലേ?
V/T അല്ലേ? ഇനി A കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ V/Tയും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. V/Tയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ V/T കോൺസ്റ്റൻ്റ് ആയിട്ട് വരണമെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വന്നെങ്കിൽ മാത്രമേ ആര് കോൺസ്റ്റൻ്റ് ആയിട്ട് വരത്തുള്ളൂ? V/T കോൺസ്റ്റൻ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് D ആണ്. D ആണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ ഗ്രാഫ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം നമ്മൾ ഓക്കെ നോക്കിയേ, വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് എക്സ് ആക്സിസിന് ടൈം ആക്സിസിന് പാരലായിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ വന്നിരിക്കുന്നതെങ്കിൽ, വന്നിരിക്കുന്നതെങ്കിൽ അതായത് ഏത് സമയത്ത് നോക്കിയാലും ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി സെയിം ആണ്. ഈ ടൈമിൽ നോക്കുമ്പോൾ വെലോസിറ്റി ഇതാണ്, ഈ ടൈമിൽ നോക്കുമ്പോൾ വെലോസിറ്റി ഇതാണ്. ഇനി ഏത് ടൈമിൽ നോക്കിയാലും വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്, സീറോ ആക്സലറേഷൻ ആണ്. ഇവിടെ നോക്കിയേ, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ആക്സലറേഷൻ ഉണ്ട്, പക്ഷെ ആക്സലറേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പോസിറ്റീവ് ആക്സലറേഷൻ ആണ്. ഗ്രാഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. പക്ഷെ ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒറിജിനിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാഫ് ഇത്തിരി മുകളിലോട്ട് കയറിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പോസിറ്റീവ് ആക്സലറേഷൻ ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വരുവാണ് അല്ലേ? വി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, താഴോട്ട് വരികയാണ്. താഴോട്ട് വരിക എന്ന് വെച്ചാൽ വി കുറഞ്ഞു വരികയാണ്. വി കുറഞ്ഞു വരികയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആക്സലറേഷൻ. ഇറ്റ് ഈസ് നെഗറ്റീവ് ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. നെഗറ്റീവ് ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. ഈ ഗ്രാഫുകളെല്ലാം നോട്ട് ചെയ്തോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എക്സാമിന് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബാക്കി സബ്ജക്റ്റിൽ നിന്നുള്ള വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ ഇനി ബാക്കി ക്ലാസ്സസ് ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. Okay, next question. Two blocks A and B of masses. Two blocks A and B of masses 4 kilogram and 4 kilogram and 2 kilogram respectively are in contact on a frictionless surface as shown. ഒരു frictionless surface രണ്ട് ബോഡീസ് എയും ബിയും ഉണ്ട്. ഇഫ് എ ഫോഴ്സ് ഓഫ് 12 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ 4 കിലോഗ്രാം ബ്ലോക്ക്, ഈ 4 കിലോഗ്രാം ബ്ലോക്കിലേക്ക് രണ്ട് 4 കിലോഗ്രാമും 2 കിലോഗ്രാമും ആണ് നമുക്കുള്ളത്. 2 ബ്ലോക്സ് ആണ്, ഒന്ന് 4 കിലോഗ്രാമും മറ്റൊന്ന് 2 കിലോഗ്രാമാണ് നമുക്കുള്ളത്. ഇതിനകത്ത് 4 കിലോഗ്രാം ബ്ലോക്കിലേക്ക് 12 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ ദി കോണ്ടാക്ട് ഫോഴ്സ് ഓൺ 2 കിലോഗ്രാം ബ്ലോക്ക് ഈസ്, ഈ രണ്ടാമതിരിക്കുന്ന ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. കോണ്ടാക്ട് ഫോഴ്സ് വരുമ്പോഴത്തേക്കും രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റിലാണ്. അതിനകത്ത് ആക്ട് ചെയ്യുന്ന കോണ്ടാക്ട് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ അറിയേണ്ടത് അതിൻ്റെ ആക്സലറേഷൻ എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ്. ഇവിടെ എത്ര മാസ് വരുന്നോ അത്രയും മാസും കൂടി ആഡ് ചെയ്യുക. അതായത് ആക്സലറേഷൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം, F by m1 plus m2.
F by m1 plus m2. ഇനി ഫോഴ്സ് ഓൺ m1 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ ദാറ്റ് ഈസ് m1 ഇൻറ്റു F by m1 പ്ലസ് m2. ഫോഴ്സ് ഓൺ m2 ആണ് കിട്ടേണ്ടതെങ്കിൽ m2 ഇൻറ്റു F by m1 പ്ലസ് m2. ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് നമുക്ക് കിട്ടേണ്ടത്. ആദ്യം നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടേണ്ടത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 4+2 ആണ്. ദാറ്റ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിൻ്റെ ആക്സലറേഷൻ. നമുക്ക് കിട്ടേണ്ടത് കോണ്ടാക്ട് ഫോഴ്സ് ഓൺ 2 കിലോഗ്രാം ബ്ലോക്ക്, ദാറ്റ് ഈസ് ബി ആണ് അല്ലേ. 2 കിലോഗ്രാം ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ദാറ്റ് ഈക്വൽ ടു മാസ് 2 ഇൻറ്റു ആക്സലറേഷൻ അല്ലേ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു 2 ദാറ്റ് ഈക്വൽ ടു 4 ന്യൂട്ടൺ. ഫോഴ്സ് 4 ന്യൂട്ടൺ ആണ്. ഓപ്ഷനിൽ തന്നിട്ടുണ്ട് 4 ന്യൂട്ടൺ. സി, ഓപ്ഷൻ സിയിൽ കിടപ്പുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫോഴ്സ് തന്നിട്ടുണ്ട്. അതൊരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ട് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. y equal to 0 to y equal to 1 മീറ്റർ മൂവ് ചെയ്യാനായിട്ട് ആ ഫോഴ്സ് എന്ത് വർക്ക് ചെയ്യണമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ഫോഴ്സ് എഫ് ഈക്വൽ ടു 20 + 10y ന്യൂട്ടൺ ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഇൻ y ഡയറക്ഷൻ. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് to move the particle from y equal to 0 to y equal to 1 meter is. The force F is 20 plus 10y Newton. Y direction y equal to 0 in y equal to 1 meter like ഒരു ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ ഈ ഫോഴ്സ് എന്ത് വർക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട. വർക്ക് കാണാനുള്ള ഇക്വേഷൻ ഇൻ്റഗ്രൽ എഫ് ഡി വൈ. ഇൻ്റഗ്രൽ എഫ് ഡി വൈ. വൈ എവിടെ തുടങ്ങി എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ചെയ്യാം. 0 to 1 20 plus 10y into dy that equal to again integral 0 to 1 20 dy plus 10y into dy. dy അകത്തേക്ക് കൊടുത്തെഴുതി അത്രയേ ഉള്ളൂ. that is integral 0 to 1 20 dy എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 20y ആണ് അല്ലേ. 20y പ്ലസ് 10y. y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y²/2 ആണ്. ലിമിറ്റ് ഉണ്ട്. എവിടം തുടങ്ങി എവിടം വരെ? 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. 20y പ്ലസ് 5y². 10 2 കൂടി ക്യാൻസൽ ആയിട്ട് 5y² ലിമിറ്റ് 0 to 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് അല്ലേ. അപ്പർ ലിമിറ്റ് എത്രയായിരുന്നു? 1 അല്ലേ. ഇവിടെ 20 ഇൻറ്റു 1 20 തന്നെ പ്ലസ് 5 ഇൻറ്റു y². y² എന്ന് പറയുന്നത് 1². ഇവിടെ 1 ഉണ്ട്. y² മൈനസ്. ഇനി ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം. 20 ഇൻറ്റു 0 0 ആണ്. 5 ഇൻറ്റു 0യും 0 ആണ്. പിന്നെ അത് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ഇത് സോൾവ് ചെയ്യുമ്പോഴോ 20 പ്ലസ് 5 ഇൻറ്റു 1² ഇസ് 5 തന്നെ. ദറ്റ് ഈസ് 25. ആൻസർ ഈസ്
25 ജൂൾ അല്ലേ, വർക്ക് ഡൺ ആണ് 25 ജൂൾ. ക്ലിയർ ആയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് ടു വെക്ടേഴ്സ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ഓഫ് ദി ടു വെക്ടേഴ്സ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് വെക്ടേഴ്സ്. നമുക്ക് മാത്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. If the magnitude of sum of two vectors is equal to the magnitude of the difference of the two vectors, the angle between these vectors. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? രണ്ട് വെക്ടേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും ഈക്വൽ ആണെങ്കിൽ അതിനിടയ്ക്കുള്ള ആംഗിൾ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് വെക്ടേഴ്സ് എ പ്ലസ് ബി ഈക്വൽ ടു എ മൈനസ് ബി ആണെങ്കിൽ അതിനിടയ്ക്ക് വരുന്ന ആംഗിൾ എന്താണെന്നുള്ളത്. ഇത് രണ്ടും നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഹോൾ സ്ക്വയർ വരും, ഇവിടെയും നമുക്ക് ഹോൾ സ്ക്വയർ വരും. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വരുന്നത് എ ഡോട്ട് എ അല്ലേ, പ്ലസ് ഇവിടെ 2ab പ്ലസ് ബി. ഇനി ഇവിടെ വരുമ്പോഴോ ഈക്വൽ ടു എ മൈനസ് ബി അല്ലേ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, അതും എ പ്ലസ് പ്ലസ് അല്ല മൈനസ് അല്ലേ, മൈനസ് 2ab പ്ലസ് BB. ഈക്വൽ സൈൻ്റെ രണ്ട് സൈഡിൽ ഒരേപോലെ വരുന്നൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എടുത്ത് എഴുതുമ്പം ഈ മൈനസ് സൈൻ ഈ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഇനി ഇവിടെ ആരുണ്ട്? ഓൾറെഡി ഒരു 2a പ്ലസ് ബി ഉണ്ട്. ഈക്വൽ ടു എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, ഞാൻ അതൊന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് എഴുതിയേക്കാവേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം ഈക്വൽ ടു ഇപ്പുറത്ത് വരുന്ന ആരാ? മൈനസ് 2ab പ്ലസ് ബി ഡോട്ട് ബി. ഇനി ഒരേപോലെയുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു. ഈ മൈനസ് 2ab കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അല്ലേ. ഇവിടെ ഓൾറെഡി ഒരു 2ab ഉണ്ട്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 2ab ആകും, ടോട്ടലി 4ab ആകും. ഈക്വൽ ടു ഇവിടെ ഉള്ള രണ്ട് ക്യാൻസൽ ചെയ്ത് ഇത് രണ്ടും ക്യാൻസലായി പോയി, ഇപ്പുറത്തുള്ളതും കൂടി ഇപ്പുറത്തേക്ക് വന്നു. ഇനി ഇവിടെ 0 മാത്രമേ ഉള്ളൂ. 4 × a ഡോട്ട് ബി ഈക്വൽ ടു 0 വരണമെങ്കിൽ 4 ഒരിക്കലും 0 ആയില്ല, കോൺസ്റ്റൻറ്റ് ടേം ആണ് അല്ലേ, കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ആരേ വരാൻ ചാൻസ് ഉള്ളൂ? എ ഡോട്ട് ബി 0 വരാൻ ചാൻസ് ഉള്ളൂ. എ ഡോട്ട് ബി എന്ന് പറയുന്നത് AB cos θ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് cos θ ആയിരിക്കും 0 ആയിട്ട് മാറുന്നത്. cos θ 0 ആയിട്ട് മാറണമെങ്കിൽ തീറ്റ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. നമുക്കറിയാം cos 90 ആണ് 0 അല്ലേ, cos 90 ആണ് 0 വരുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. തീറ്റ 90 ഡിഗ്രി ആയിരിക്കണം. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ നമുക്ക് തന്നിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ 45, 0, 180 ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 90 ആണ്. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. A vertical spring with force constant K is fixed on a table. ഒരു vertical spring
ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ആണ്, ഒരു ടേബിളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ ബോൾ ഓഫ് മാസ് എം അറ്റ് എ ഹൈറ്റ് എച്ച് എബോവ് ദി ഫ്രീ അപ്പർ എൻഡ് ഓഫ് ദ സ്പ്രിംഗ് ഫോൾസ് വെർട്ടിക്കലി ഓൺ ദി സ്പ്രിംഗ് സോ ദാറ്റ് ദ സ്പ്രിംഗ് ഈസ് compressed by a distance d. The net work done in the process. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിക്കേ, ക്ലിയർ ആയോ എന്ന്, ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ, എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നേ എന്നുള്ളതൊന്ന് നോക്കിക്കേ. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു ടേബിളിൻ്റെ പുറത്ത് ഒരു സ്പ്രിങ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോള് എച്ച് ഹൈറ്റിൽ നിന്ന് ഇതിൻ്റെ പുറത്തേക്ക് വന്ന് വീഴുകയാണ്. ഇതിൻ്റെ ഫ്രീ എൻഡിലേക്കാണ് വന്ന് വീഴുന്നതെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. വെർട്ടിക്കലായിട്ടാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ഇവിടം വരെ എത്ര ഹൈറ്റ് ഉണ്ട്? എച്ച് ഹൈറ്റ് ഉണ്ട് ഇവിടം വരെ. ബോളിൽ നിന്ന് ഇതിൻ്റെ ഫ്രീ എൻഡ് വരെ എച്ച് ഹൈറ്റ് ഉണ്ട്. ഇത് വന്ന് വീണപ്പോഴത്തേക്കും സ്പ്രിങ് താഴത്തേക്ക് ഡി ഡിസ്റ്റൻസ് കംപ്രസ്ഡ് ആയിട്ടുണ്ട്. ഡി ഡിസ്റ്റൻസ് താഴേക്ക് കംപ്രസ്ഡ് ആയിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? നെറ്റ് വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ എന്തോരം വർക്ക് നടന്നിട്ടുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ ക്ലിയർ ആയാൽ നോക്കിക്കേ. വർക്ക് എനർജി തിയറം വെച്ചിട്ട് എനർജിയാണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ? വർക്ക് ഡബ്ല്യു ഓൾവേസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ആണ്. വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജിയാണ്. ഇവിടുത്തെ ചേഞ്ച് ഇൻ എനർജി എന്താന്ന് കിട്ടിയാൽ നമുക്കിതിൻ്റെ ആൻസറായി. ഇനി ഇവിടെ ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആയി എന്ന് പറഞ്ഞു. സ്പ്രിങ് കംപ്രസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നുണ്ട്? അതിന് ഒരു പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നുണ്ട് അല്ലേ? സ്പ്രിങ്ങിന് ഒരു പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നുണ്ട്. സ്പ്രിങ്ങിന് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഡി ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആര് വരും? ഹാഫ് ഡി സ്ക്വയർ വരും പൊട്ടൻഷ്യൽ എനർജി. സ്പ്രിങ് കംപ്രസ് ആകുമ്പോഴത്തേക്ക് അവിടെ വരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ ഡി സ്ക്വയർ ആണ്. ഇനി ഈ ബോളിന് എന്തോരം പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ട്? ബോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എച്ച് ഹൈറ്റിലിരിക്കുമ്പോൾ എം ജി എച്ച് ഉണ്ട്. ഒരു ഡി ഡിസ്റ്റൻസും കൂടി പിന്നെയും താഴേക്ക് വരുന്നില്ലേ? ഇത് പിന്നെയും താഴേക്ക് വരുമ്പോൾ അവിടെ എത്രയും കൂടി ഉണ്ട്? എം ജി ഡി. അതായത് ടോട്ടൽ ഇത് എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത്? എച്ച് പ്ലസ് ഡി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. എം ജി ഇൻറ്റു എച്ച് പ്ലസ് ഡി. ഇതിനെ കംപ്രസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെ എത്രയും കൂടി താഴേക്ക് വന്നു? ഡി ഡിസ്റ്റൻസും കൂടി പിന്നെയും താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ എം ജി ഇൻറ്റു എച്ച് പ്ലസ് ഡി ആണ്. ഇതിനകത്ത് എം ജി പുറത്തേക്ക് എടുത്താൽ എച്ച് പ്ലസ് ഡി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ആ ലോജിക്ക് വെച്ച് ചിന്തിച്ച് നോക്കാം. എച്ച് ഹൈറ്റ് ഇവിടം വരെ വരുന്നുണ്ട്, പിന്നെ ഒരു ഡി ഹൈറ്റ് താഴേക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എച്ച് പ്ലസ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് എം ജി ഇൻറ്റു എച്ച് പ്ലസ് ഡി ആണ്. ഇനി ഈ പൊട്ടൻഷ്യൽ എനർജി രണ്ട് കാര്യങ്ങൾക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, സ്പ്രിങ്ങിന് ഒരു പൊട്ടൻഷ്യൽ എനർജി കൊടുത്തു. ബാക്കിയുള്ളത് എന്തായിട്ട് മാറി? അതിന് വേണ്ടി വരുന്ന വർക്ക് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്തു. സ്പ്രിങ്ങിനുള്ള പൊട്ടൻഷ്യൽ എനർജിയും ബാക്കിയുള്ളത് വർക്കിനുമായിട്ട് അവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് ചെയ്യാനും ഇത്രയും അതിന് പൊട്ടൻഷ്യൽ എനർജി കൊടുക്കാനുമായിട്ട് അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? എം ജി ഇൻറ്റു എച്ച് പ്ലസ് ഡി ടോട്ടൽ എനർജി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് എന്തിനായിട്ട് പോയി? സ്പ്രിങ്ങിന് എനർജി കൊടുക്കാനായിട്ട് പോയി.
ബാക്കി വർക്കായിട്ട് കിട്ടി. mg ഇൻറ്റു h പ്ലസ് ഡി മൈനസ് ഹാഫ് kd സ്ക്വയർ. ഈ ക്വസ്റ്റിനകത്ത് വാല്യൂസ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനകത്ത് വാല്യൂസ് ഇട്ടിട്ട് വേണം ഇത് സോൾവ് ചെയ്യാനായിട്ട്. ആദ്യം അവിടെ വരുന്ന ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഫോർമുലേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് വാല്യൂസും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ആവും. ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ mg h പ്ലസ് ഡി മൈനസ് ഹാഫ് kd സ്ക്വയറും നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലായോ? ഇത്രയും ക്ലാസ് ക്ലിയർ ആയോ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പായിട്ട് ഒന്നും കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.